ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വാഴയ്ക്ക കൊണ്ടൊരു വാഴയ്ക്ക ചുക്കയാണ് കേട്ടോ. വാഴയ്ക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കായ ഉണ്ടല്ലോ, കറിക്കായ, പച്ചക്കായ, ആ കായാണ്. ആ കാ കൊണ്ടൊരു ചുക്കയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കായ തന്നെയാണ്. കായ എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ അരിഞ്ഞ് വെള്ളത്തിലിടുക കേട്ടോ. വെള്ളത്തിലിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായിൽ നല്ല രീതിക്ക് കറി ഉണ്ടാകുമല്ലോ, ആ കറ പോകാനും പിന്നെ നമ്മുടെ ഈ കായയുടെ കളറ് മാറി കറുപ്പൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി. സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ഉള്ളി കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് മുഴുവനായിട്ട് തന്നെ മതി അതിലേക്ക് ഇടാനായിട്ട്. ശേഷം നമ്മൾ ഏത് പാത്രമാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതെടുക്കുക, അടുപ്പത്ത് വയ്ക്കുക. ഒന്ന് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ വാഴയ്ക്ക ചുക്ക എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത് ഇഷ്ടമാവും. നമ്മൾ ചിക്കൻ ചുക്ക, ബീഫ് ചുക്ക അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഈ വാഴയ്ക്ക ചുക്ക. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ നോൺ കഴിച്ചില്ലെങ്കിൽ കൂടി ഇത് വളരെ ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ അധികം ഇഷ്ടമാവും. അപ്പോൾ ഈ തോരനും മെഴുക്കുവരട്ടും ഒക്കെ വെച്ച് വാഴയ്ക്ക കൊണ്ട് മടുത്തവരാണെങ്കിൽ, വീട്ടിൽ ആരും കഴിക്കുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ആ ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. നല്ല രീതിക്കിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. നമ്മൾ ആവശ്യമായിട്ടുള്ള തേങ്ങ ജാറിലേക്ക് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകം. ഞാനിവിടെ സീഡ്സ് അല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ജീരകം പൊടിച്ച പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സീഡ്സ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടി കൂടെ ആവശ്യമാണ്. കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. കൂടുതൽ ഇടേണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് പൊടി തന്നെ വേണമെന്നില്ല, സീഡ്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, സാധാ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അളവിൽ ഇട്ട് കൊടുക്കുക. ശേഷം വറ്റൽമുളക് വേണ്ടവർക്ക് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറ്റൽമുളക് സ്കിപ്പ് ചെയ്യാണ്, ഇടുന്നില്ല. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ തോരനും അവിയലിനൊക്കെ അരയ്ക്കുന്ന പാകത്തിന് മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. എന്നിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് തോരനൊക്കെ അരയ്ക്കുന്നത് പോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ തേങ്ങയുടെ പാകം. ശേഷം ഈ അരപ്പ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ അരപ്പിൻ്റെ കളർ മഞ്ഞയാണ്, പക്ഷേ ഇത് നോക്കണ്ട കേട്ടോ. നമ്മൾ കറി ലാസ്റ്റ് റെഡിയായി വരുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളർ ഇപ്പം ഇതിൽ വരുന്നത്. പക്ഷേ ലാസ്റ്റ് കറിയുടെ കളർ ഇതായിരിക്കില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പിൻ്റെ പച്ച ഒരു ചൊവ്വയും കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും പിന്നെ ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കരിഞ്ഞൊന്നും പോവാതെ നല്ല രീതിക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ, ആ കായ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മുടെ ഈ
അരപ്പിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം മുതൽ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, അരപ്പിലും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കായ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. കാരണം കായ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ കായ ഇട്ടതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ കായും ഈ അരപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഈ കായ കഷ്ണത്തിലേക്ക് എല്ലാ അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് കുറച്ച് നേരം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചാണ് കേട്ടോ കായ് വേവിക്കാനായിട്ട് വെക്കുന്നത്. കാരണം വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാത്തൊരു വെജിറ്റബിളാണ് കായ. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം വഴി അത് വേവില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ വേണം വേവാനായിട്ട്. മാത്രമല്ല കായ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. നമ്മൾ മൂടി വെച്ച് വേവിച്ചാലും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി വേവ് പാകമായിട്ടുണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം, കരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. നന്നായിട്ട് വെന്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമ്മൾ ഇളക്കി കൊടുക്കുക. അതേ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി നല്ലൊന്ന് റോസ്റ്റായിട്ട് വന്നു കേട്ടോ. അതേ ഇപ്പോൾ ഏകദേശം നമ്മുടെ വാഴയ്ക്ക ചുക്ക റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കളറ് യെല്ലോ ഒക്കെ മാറി നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്യാം. ബായ്.